എല്ലാവർക്കും എയർ ടേസ്റ്റ് ബഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജ് മീൽ റെസിപ്പിയാണ്. തൈര് സാദവും സുണ്ടലുമാണ്. തൈര് സാദം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള റെസിപ്പിയാണ്. സുണ്ടൽ സൗത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള അമ്പലങ്ങളിലൊക്കെ പ്രസാദം കിട്ടുന്ന ഒരു വെള്ളക്കടല വെച്ചിട്ട് ഉള്ള റെസിപ്പിയാണ്. നമ്മുടെ കേരള സ്റ്റൈൽ തോരൻ പോലെ സിമിലർ ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എത്രയും വേഗം തൈര് സാദവും സുണ്ടലും എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് വെള്ളക്കടല വെച്ചിട്ട് സുണ്ടൽ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് വെള്ളക്കടല ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനി ഒന്നുകൂടെ നന്നായിട്ട് കഴുകി ഇതിലേക്ക് 2 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് ഇത് ഞാൻ മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ 15 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വന്നത് നന്ന വെന്ത് കിട്ടും. അപ്പം ഒരു കുക്കറിൻ്റെ വിസിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകും. കാരണം നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുത്ത കടലയാണ്. നമുക്ക് ഈ ഒരു പരുവത്തിൽ ഇത് വെന്ത് കിട്ടിയാൽ മതി. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അത് നന്നായിട്ട് ചൂടാവുമ്പോൾ അതിൽ കടുകും ഉഴുന്നും പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 10 കുഞ്ഞുള്ളി അരിഞ്ഞതും, ഒരു 5-6 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും, ഒരു 2-3 ഉണക്കമുളക് ചതച്ചെടുത്തതും, ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും ചെറുതായി നീളത്തിൽ അരിഞ്ഞെടുത്തതും, ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇത് വെക്കുന്ന വഴണ്ടി വരാൻ വേണ്ടി നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വഴണ്ടി ഒരുപാട് മൂത്ത് വരണ്ട, ഏകദേശം ഈ ഒരു പരുവത്തിൽ വഴണ്ടി വന്നു കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച വെള്ളക്കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളക്കടല ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1/2 കപ്പോളം ചിരകിയ തേങ്ങ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ചേർത്ത് ഈ തേങ്ങയും കടലയൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 2 പിഞ്ച് കായം കൂടി നമുക്ക് തൂക്കി കൊടുക്കാം. എന്നിട്ട് ഇത് ഇളക്കി വാങ്ങാം. അപ്പോൾ നമ്മുടെ അടിപൊളി സുണ്ടൽ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി തൈര് സാദം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് സോനാ മസൂരി അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ അരി നന്നായിട്ട് കഴുകി അതിൻ്റെ സ്റ്റാർച്ചൊക്കെ കളഞ്ഞ് നമുക്ക് വേവിച്ചെടുക്കാം. 1.5 കപ്പ് അരിയിലേക്ക് 5 കപ്പ് വെള്ളം ചേർത്ത് ഞാൻ കുക്കറിൽ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ തൈര് സാദം ആയതുകൊണ്ട് ഈ ചോറ് കുറച്ച് വെന്ത് കുഴഞ്ഞു പോയാലും അത്രയും നല്ലതാണ്. അപ്പോൾ നമുക്കിനി അരി തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ ഇതിൽ കടുകും ഉഴുന്നും പൊട്ടിച്ചെടുത്തു. ഇനി ഇതിലേക്കൊരു 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തതും, അതുപോലെ ഒരു 2 കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, 2 ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് വഴറ്റി കൊടുത്തു. അത് കഴിഞ്ഞ് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് കറിവേപ്പിലയും പിന്നെ ഉണക്കമുളക് ഒരു 3 ഉണക്കമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് ചെറുതായിട്ട് വഴറ്റി പിന്നെ ഇതിലേക്കൊരു 15 കാഷ്യൂ നട്ട്സും ഒരു 2 ടേബിൾ സ്പൂണോളം ഉണക്കമുന്തിരിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴഞ്ഞു വരുമ്പോൾ അതിലേക്കൊരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കായപ്പൊടി ഇട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു പിടിയോളം അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ മല്ലിയില ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി ഇത് നമുക്ക് നമ്മുടെ തണുത്ത റൈസിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പം ഇത് റൈസ് ചേർത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാൻ അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ 3 കപ്പ് തൈരാണ് ഇതിനു വേണ്ടി ചേർക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ 2 കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ട് അത് ഓക്കെ ആണോ എന്ന് നോക്കുകയാണ്. അപ്പോൾ 2 കപ്പ് ഇത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അപ്പോൾ നമുക്കിത് പോരാ, നമ്മുടെ കൺസിസ്റ്റൻസി എത്തിയിട്ടില്ല. അപ്പോൾ 1 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇപ്പോൾ നമുക്ക് വേണ്ട പാകത്തിനുള്ള കൺസിസ്റ്റൻസിയിൽ അടിപൊളി തൈര് സാദം റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് സെർവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിൽ പോമഗ്രാനൈറ്റ് സീഡ് കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സുണ്ടലും തൈര് സാദവും
ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെയൊക്കെ അമ്പലത്തിലൊക്കെ ചെല്ലുമ്പോൾ പ്രസാദമായിട്ട് കിട്ടുന്നതാണ് ഈ തൈര് സാദവും സുണ്ടലും. ഭയങ്കര ടേസ്റ്റാണ്, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഈ അടിപൊളി റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും ഇതുപോലൊരു കിടിലൻ റെസിപ്പി ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കണം. ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരെത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ആഴ്ച ആശംസിക്കുന്നു.